ഹായ് എവ്രി വൺ, ഐ എം ആതിര. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് സ്കിൽ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. യൂണിറ്റിന്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ് സോഫ്റ്റ് സ്കിൽ. പേര് പോലെ തന്നെ സോഫ്റ്റ് സ്കിൽ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, വാട്ട് ആർ ദ മേജർ വാല്യൂസ് ഓഫ് സോഫ്റ്റ് സ്കിൽ, ഇത് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോഫ്റ്റ് സ്കിൽ എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള രണ്ട് സ്കില്ലുകളാണ് ഹാർഡ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ജോബിന് വേണ്ടി നമ്മളൊരു കോഴ്സിലൂടെയോ ട്രെയിനിങ്ങിലൂടെയോ ഒക്കെ എക്സ്റ്റേണലി ലേൺ ചെയ്ത് പഠിച്ചെടുക്കുന്ന സ്കില്ലുകളാണ് ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ടീച്ചർ ആണെങ്കിൽ ടീച്ചിങ് ആണ് അവരുടെ ഹാർഡ് സ്കിൽ. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആണെങ്കിൽ കോഡിംഗ് ആണ് അവരുടെ ഹാർഡ് സ്കിൽ. ഇത്തരത്തിൽ ഒരു ജോബിന് വേണ്ടി എക്സ്റ്റേണലി പഠിച്ചെടുക്കുന്ന ടെക്നിക്കൽ സ്കില്ലുകളാണ് ഹാർഡ് സ്കില്ലുകൾ. ഓൺ ദി അതർ ഹാൻഡ്, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പേഴ്സണൽ സ്കില്ലുകളാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൂടെ മാത്രമേ നമുക്കിത് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഈ സ്കില്ലുകൾ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഇനി സോഫ്റ്റ് സ്കില്ലിന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Soft skills are essentially people skill, the non-technical, intangible, personality-specific skill that determine one's strength as a leader, listener, negotiator, and conflict mediator. They are recognized as connectors that build the gap and bridge relationship among people at workplace, leading to better productivity and performance. സോ സോഫ്റ്റ് സ്കില്ലുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് പീപ്പിൾ സ്കിൽ എന്നുള്ളത്. നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റി സ്പെസിഫിക് സ്കില്ലുകളാണ് സോഫ്റ്റ് സ്കില്ലുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെ നമ്മുടെ ബിഹേവിയർ ഡിസ്പ്ലേ ചെയ്യുന്നു, നമ്മൾ കാര്യങ്ങൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമ്മളൊരു നല്ല ലിസണർ ആണോ, നല്ലൊരു ലീഡർ ആണോ, നമുക്ക് നല്ല പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ് സ്കില്ലിനെയാണ്. അതുപോലെ തന്നെ ഒരു വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു കണക്ടർ ആയിട്ടാണ് സോഫ്റ്റ് സ്കിൽ വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പം നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എന്നാൽ ക്വാളിഫിക്കേഷൻ്റെ ഒപ്പം ഈ ഓർഗനൈസേഷൻ നോക്കുന്ന മറ്റൊരു കാര്യമാണ് എക്സ്പീരിയൻസ് എന്നുള്ളത്. അതായത് നമ്മളൊരു സ്കില്ല്, ഒരു സ്പെസിഫിക് ജോബിന് വേണ്ട ഒരു നോളജ് നമുക്കുണ്ടെങ്കിലും ആ നോളജ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ, അതിനുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടോ എന്നുള്ളത് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി നോക്കുന്ന ഒന്നാണ്. അതായത് നമ്മുടെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അബിലിറ്റി, നമ്മുടെ ഐഡിയാസ് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുക, നമുക്ക് ടീം വർക്കിൽ ഏർപ്പെടാനുള്ള അബിലിറ്റി ഉണ്ടോ, നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ റെഡി ആണോ, നമുക്ക് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടോ, അതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള വർക്ക് എത്തിക്സ് ഉണ്ടോ, ഇതെല്ലാം അവർ നോക്കുന്ന ഒന്നാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സോഫ്റ്റ് സ്കില്ലിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ആൻഡ് പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കണക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഫാക്ടറാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷനാണ് നോക്കാൻ പോകുന്നത്. Soft skill can be defined as non-technical skill that impact our performance in the workplace. Unlike technical or hard skill, soft skills are not about the knowledge one possesses, but the behavior one displays in different situations. So, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാർഡ് സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്ന നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അവിടെ നോളജ് ആണ് ഇമ്പോർട്ടൻറ്റ്. എന്നാൽ സോഫ്റ്റ് സ്കിൽ ഒരിക്കലും നോളജിനെ വെച്ചല്ല നോക്കുന്നത്. ഈ ഒരു നോളജ് അല്ലെങ്കിൽ ഐഡിയാസ് നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മുടെ ബിഹേവിയർ നമ്മളെങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, നമുക്കൊരു ലീഡർഷിപ്പ് ആൻഡ് പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ടോ, നമ്മൾ അഡാപ്റ്റബിൾ ആണോ, നമുക്ക് വർക്ക് എത്തിക്സ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് സോഫ്റ്റ് സ്കിൽ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ജോബിൽ അയാളുടെ ഗ്രോത്ത് ആൻഡ് പെർഫോമൻസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. ഇതിന്റെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്, ദേ ആർ ഡിഫൈൻഡ് ആസ് എ സ്കിൽ ദാറ്റ് വൺ നീഡ് ടു ഹാവ് ഫോർ എ സക്സസ്ഫുൾ കരിയർ അറ്റ് വൺസ് വർക്ക് പ്ലേസ്. They can be defined as a collection of positive attributes and competencies that can improve work performance and productivity, enhance relationship, and make an individual more marketable in the workplace. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനിലുള്ള ആളുകളായിക്കോട്ടെ, അവരുമായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കുള്ള വർക്ക് അല്ല, ഒരു ടീമുമായിട്ട് ഒരുമിച്ചായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. സോ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള കഴിവ്, അതുപോലെ ഒരു ന്യൂ സിറ്റുവേഷൻ വരുമ്പോൾ അതുമായിട്ട് ഫ്ലെക്സിബിൾ ആയി പെട്ടെന്ന് തന്നെ കോപ്പപ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ നമ്മളെ ആ ഒരു വർക്ക് പ്ലേസിൽ കൂടുതൽ മാർക്കറ്റബിൾ ആൻഡ് പ്രൊഡക്റ്റീവ് ആക്കുന്ന ഈ സ്കില്ലുകളാണ്. ഇതെല്ലാം തന്നെ സോഫ്റ്റ് സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. They can also be broadly classified as a combination of personality traits, behaviors, and social attitudes that allow people to communicate effectively, collaborate, and successfully manage conflict. Also referred to as transferable skills or professional skill, it helps people to adapt to changing circumstances.
സോ സോഫ്റ്റ് സ്കില്ലുകളെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ട്രാൻസ്ഫറബിൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്കിൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, നമ്മുടെ കോമ്പറ്റൻസീസ്, ഇതിൻ്റെ എല്ലാം തന്നെ ഒരു കളക്റ്റീവ് ഫ്രെയിംവർക്ക് ആണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയി നോക്കുന്ന മറ്റൊരു കാര്യമാണ് അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമുക്ക് പരിചയമില്ലാത്തൊരു ന്യൂ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ടാസ്ക് നമുക്ക് തരുമ്പോൾ നമ്മൾ അതുമായിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെക്സിബിൾ ആവുന്നുണ്ടോ, അത് ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെയും വളരെയധികം നോക്കുന്ന ഒരു കാര്യമാണ്. Soft skills are notoriously hard to acquire through traditional education. They are considered to be a complement to hard skill. Sociologists sometimes use the term soft skill to describe a person's emotional intelligence quotient EQ as opposed to intelligence quotient. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാർഡ് സ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി ലേൺ ചെയ്ത് പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ വഴിയാണ് നമ്മൾ ഹാർഡ് സ്കിൽ അക്വയർ ചെയ്യുന്നത്. എന്നാൽ സോഫ്റ്റ് സ്കിൽ ഒരിക്കലും നമുക്ക് എഡ്യൂക്കേഷൻ വഴി അക്വയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്കില്ലുകളാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൂടെ മാത്രമേ നമുക്ക് ഇത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരുടെയും പേഴ്സണൽ സ്കില്ല് മറ്റുള്ളവരിൽ നിന്നും തികച്ചും യുണീക്ക് ആയിട്ടിരിക്കുന്നത്. ഈ സോഫ്റ്റ് സ്കില്ലുകൾ എപ്പോഴും ഹാർഡ് സ്കില്ലുകൾക്ക് ഒരു കോംപ്ലിമെന്റ് ആയിട്ടൊരു സപ്പോർട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്റലിജൻസ് ക്വോഷ്യൻ ഐക്യുവിന് പകരമായിട്ട് ഒപ്പോസായിട്ട് സോഷ്യോളജിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഇമോഷണൽ ഇന്റലിജൻസ് ക്വോഷ്യൻ. അത് സോഫ്റ്റ് സ്കില്ലുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് സോഫ്റ്റ് സ്കില്ലിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി മേജർ മോസ്റ്റ് വാല്യൂഡ് സോഫ്റ്റ് സ്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽ, ടീം വർക്ക്, പ്രോബ്ലം സോൾവിംഗ്, ഇന്റർപേഴ്സണൽ സ്കിൽ, അഡാപ്റ്റബിലിറ്റി ഓഫ് ഫ്ലെക്സിബിലിറ്റി, വർക്ക് എത്തിക്സ്. ഇത്രയുമാണ് മോസ്റ്റ് വാല്യൂഡ് ആയിട്ടുള്ള പേഴ്സണൽ സോഫ്റ്റ് സ്കില്ലുകൾ. അതിൽ ഓരോന്നും നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. Good communication delivers message with clarity and responsibility to the receiver without any distortion or confusion. Successful communication involves various components. So communication എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം നമ്മൾ ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നൊരു സോഷ്യൽ ബീയിങ് ആണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. പ്രോപ്പർ ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മുടെ ഐഡിയാസ് ഓപ്പോസിറ്റ് ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഡിഫിക്കൽട്ടീസും ഇല്ലാതെ കൺവേ ചെയ്ത് കൊടുക്കുക. അത് ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും സാധിക്കണം. സോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എന്ന നിലയിൽ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വളരെയധികം എസെൻഷ്യലായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി പ്രോപ്പർ കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫാക്ടറാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. Refers to the ability to speak clearly and concisely. It involves knowing how you should speak to others in different situations or settings. Verbal skill also help in fostering relationships that are collaborative and respectful and ultimately productive. So, verbal communication എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് മീൻസ്, അതായത് വാക്കുകളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, കൊളീഗ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഇവരൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓപ്പോസിറ്റ് ആളുകളിലേക്ക് കൺവേ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് വലിച്ചു നീട്ടി ഭയങ്കര എൻലാർജ് ആയി പറയാതെ ഒരു കൺസൈസ് ഫോമിൽ ഷോർട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഓപ്പോസിറ്റ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. സോ ഇത്തരത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓപ്പോസിറ്റ് ആളുകളിലേക്ക് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന മറ്റൊരു കാര്യമാണ് ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഫോർമൽ ഒരു ഓർഗനൈസേഷനിൽ ഒരു മീറ്റിംഗ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും തികച്ചും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഇത് രണ്ടും ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ്. സോ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ എങ്ങനെ അതിൻ്റെ പ്രോപ്പർ മാനറിൽ സംസാരിക്കണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നൊരു നോളജ് കൂടി നമുക്ക് ഉണ്ടാവേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. Then second one ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. Capacity project positive body language and facial expressions. So communication other than verbal or linguistic means ആണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അതായത് വെർബലി അല്ലാതെ, വാക്കുകളിലൂടെ അല്ലാതെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, എക്സ്പ്രഷൻസ്, ജെസ്റ്റേഴ്സ്, ഇതിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സൈൻ ലാംഗ്വേജ് ഒക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. Then third one ആണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. Your skillfulness in composing text messages, reports and other type of documents. Communication through written forms. എഴുത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അബിലിറ്റി ആണ്. അത് ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആവാം, റിപ്പോർട്ട് ആവാം, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ആവാം. Then fourth one ആണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. Ability to relay information using pictures and other visual aids. വിഷ്വൽ എയ്ഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ്. അതായത് ചിലപ്പോൾ വല്ല പിക്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാപ്പുകളൊക്കെ ആയിരിക്കാം. സോ ഒരു പിക്ചർ വെച്ച് നമുക്ക് ഐഡിയാസ് മനസ്സിലാക്കി അത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അബിലിറ്റിയാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
Then comes active listening. It helps to listen and actually hear what others say. സോ കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും നമ്മൾ അങ്ങോട്ട് പറയാൻ മാത്രമല്ല ഓപ്പോസിറ്റുള്ള ആൾ പറയുന്നത് കേൾക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലിസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പ്രോപ്പർ ആയിട്ട് ഓപ്പോസിറ്റുള്ള ആൾ പറയുന്നത് നമ്മൾ ലിസൺ ചെയ്താൽ മാത്രമേ അതിന് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ടും സാധിക്കുള്ളൂ. സോ ലിസണിങ്ങും കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ദെൻ സിക്സ്ത് വൺ ആണ് അസർട്ടീവ്നെസ്. Assertiveness is the result of a positive flow in our thought process to communicate well with others. നമ്മൾ മറ്റൊരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെയാണ് അസർട്ടീവ്നെസ് എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിലുള്ള 2 ഫാക്ടേഴ്സ് ആണ് കോൺഫിഡൻസ് ബിൽഡിങ്ങും അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് സോഫ്റ്റ് സ്കിൽ ആയിട്ടുള്ള ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ പറയാനുള്ളത്. ദെൻ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കില്ലാണ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറയുന്നത്. Companies want employees who can supervise and direct other workers, who can cultivate relationship up, down, and across the organizational chain. Leaders must assess, encourage, motivate, and discipline workers and build teams, resolve conflict, and cultivate the organization's working culture. Understanding how to influence people and accommodate their need is an essential element of leadership. സോ ഒരു കമ്പനി എപ്പോഴും അവർക്ക് വേണ്ടി ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ എംപ്ലോയിക്ക് ഒരു ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടോ എന്നുള്ളത്. അതായത് കൂടെയുള്ള വർക്കേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ, അവരെ ഡയറക്റ്റ് ചെയ്യാൻ, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, എൻകറേജ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അത് റിസോൾവ് ചെയ്ത് എല്ലാം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഈ വരുന്ന എംപ്ലോയിക്ക് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പം നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടീം വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, കൊളാബറേറ്റീവ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്തരത്തിൽ വരുമ്പോൾ അവിടെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഉള്ള ആളുകളായിരിക്കും വർക്ക് ചെയ്യുക. സോ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ചില ഐഡിയാസിലുള്ള എതിർപ്പുകളൊക്കെ. സോ അത്തരം വരുമ്പോൾ അത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആ ഒരു കോൺഫ്ലിക്റ്റ് സോൾവ് ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിൻ്റെ ഐഡിയാസും കേൾക്കുന്ന ലീഡർ ആയിരിക്കണം. ലീഡർ ആണെന്ന് വെച്ച് തൻ്റെ ഐഡിയാസ് മാത്രം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കല്ലാതെ കൂടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ നോക്കി എല്ലാത്തിനും നല്ല രീതിയിലായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയാസും തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആളുകളുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കൂടെയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു അബിലിറ്റിയും ഇയാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. Soft skill development is key component of leadership training. Must have a positive attitude and outlook, able to take quick and effective decisions to communicate effectively. They must have exemplary problem solving and conflict management skill. അതുപോലെ തന്നെ ഈ ഒരു ലീഡർക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഔട്ട്ലുക്കും ഉണ്ടാവേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, വളരെ റഫ് ആൻഡ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ലീഡർ ആണെങ്കിൽ അയാളുടെ വർക്കേഴ്സിന് അയാളുമായിട്ട് വർക്ക് ചെയ്യാനത്ര താല്പര്യം ഉണ്ടാവില്ല. അവരെപ്പോഴും ആ ഒരു പ്രഷർ, ഇയാളിൽ നിന്നുള്ള ഒരു പ്രഷർ കാരണമായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലെ സിൻസിയറിറ്റിയും കാര്യങ്ങളൊക്കെ ലാക്കായിട്ട് മാറും. നേരെ മറിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന, അവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡർ ആണെങ്കിൽ അത് കൂടെയുള്ള ബാക്കി എല്ലാ എംപ്ലോയീസിനെയും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഔട്ട്ലുക്ക് ഉള്ള ഒരാൾ ലീഡറായി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവർക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടായിരിക്കണം. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കൂടുതൽ ചിന്തിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്ത് എല്ലാവർക്കും ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ടീം വർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ടീം എന്ന് പറയുന്നത് ടുഗെദർ എവറി വൺ അച്ചീവ്സ് മോർ. ഈ ഒരു 4 വാക്കുകളുടെ ഒരു അക്രോണിം ആണ് ടീം എന്ന് പറയുന്നത്. Teamwork is working with people by offering the best of attitude, knowledge, and soft skill to other members of a team. A team is an important place as it is mixed bag of varying cultural background, varying perceptions, different ideas and opinions, but still it tends to bind its constituents together to work for a common purpose. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓർഗനൈസേഷനിലെ ടീം വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഒറ്റയ്ക്ക് വർക്ക് ചെയ്യായിരിക്കില്ല, ഒരു സെയിം ഗോളിന് വേണ്ടി ഒരു ടീം ആയിരിക്കും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ടീമിലുള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിൽ, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ് ഉള്ള ആളുകളായിരിക്കും. സോ പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഐഡിയാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു ടീം വർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഈ ഒരു ടീം അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ അതൊക്കെ മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ അവരിലുള്ള ഈ ഡിഫറൻസ്, ബാക്ക്ഗ്രൗണ്ടിൻ്റെയോ പെർസെപ്ഷൻസിൻ്റെയോ അതേപോലെ തന്നെ ഐഡിയാസിൻ്റെയോ ഒപ്പീനിയൻസിൻ്റെയോ ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അതെല്ലാം മാനേജ് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ടീം വർക്കിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് കോപ്പറേറ്റീവ് വിത്ത് കോവർക്കേഴ്സ് ടു അച്ചീവ് എ ഡിഫൈൻഡ് ഗോൾ. It is a cooperative process that allows ordinary people to achieve extraordinary results. Good team players are perceptive as well as receptive.
to the needs and responsibilities of others. So ടീം വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കൂടെയുള്ള കോവർക്കേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു ടീം വർക്കർ എന്ന് പറയുന്നത് ഒരേ സമയം പേഴ്സെപ്റ്റീവും റിസെപ്റ്റീവും ആയിരിക്കണം. അതായത് ഒരേ സമയം കൂട്ടത്തിലുള്ള ആളുകൾ ഐഡിയാസ് പറയുമ്പോൾ അത് കേൾക്കാനും അതേപോലെ ആവശ്യമുള്ള സമയത്ത് നമ്മുടെ ഐഡിയാസ് പറയാനും നമ്മളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പറയുമ്പോൾ അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും എല്ലാമുള്ള കപ്പാസിറ്റി ഒരു ടീം വർക്കിൽ ഒരു മെമ്പറിന് ഉണ്ടായിരിക്കണം. സോ കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ് വൺ ആണ് പ്രോബ്ലം സോൾവിങ്. ദി അബിലിറ്റി ടു യൂസ് യുവർ നോളജ് ടു ഫൈൻഡ് ആൻസേഴ്സ് ടു പ്രസിംഗ് പ്രോബ്ലംസ് ആൻഡ് ഫോർമുലേറ്റ് വർക്കബിൾ സിറ്റുവേഷൻസ് and solutions will demonstrate that you can handle and excel in your job. It may involve calling on industry knowledge to fix an issue immediately as it occurs, or taking time to research and consult with colleagues to find a workable long-term solution. സോ ഒരു ഓർഗനൈസേഷനിൽ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. സോ അത്തരം വരുമ്പോൾ നമ്മുടെ നോളജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും തിയറട്ടിക്കൽ നോളജ് മാത്രമല്ല വേണ്ടത്, നമ്മൾ പഠിച്ച നോളജ് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ വേണം. സോ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ നോളജ് ഇഫക്റ്റീവായിട്ട് അതിൽ അപ്ലൈ ചെയ്ത് ആ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ടീം വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. It does not just require analytical, critical and creative skill, but a particular mindset. Those who can approach a problem with cool and level head will often reach a solution more efficiently than those who cannot. സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ അനലിറ്റിക്കൽ, ക്രിട്ടിക്കൽ ആൻഡ് ക്രിയേറ്റീവ് സ്കിൽ ഒന്നും വളരെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇവിടെ എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം. ഒരു പ്രോബ്ലം വരുമ്പോൾ ടെൻഷൻ അടിച്ച് സമയം കളയാതെ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം എന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഒരു ജോബിന് വേണ്ടി ഒരു ക്വാളിഫിക്കേഷൻ, രണ്ടുപേരും ഒരേ ക്വാളിഫിക്കേഷനാണ്, ബട്ട് ഒരാൾക്ക് അതിലൊരു റാങ്കും മറ്റാൾക്ക് റാങ്ക് അത്രയൊന്നും ഇല്ലെങ്കിലും നല്ല ക്വാളിഫിക്കേഷൻ അതേപോലെ സിറ്റുവേഷൻ വരുമ്പോൾ അത് സ്യൂട്ടബിളായി ഹാൻഡിൽ ചെയ്യാനൊരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ആളാണ് അവിടെ കൂടുതലും സെലക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടായിരിക്കുക. കാരണം നമുക്കൊരു നോളജ് ഉണ്ടായാൽ മാത്രം പോരാ, ആ നോളജ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടെ നമുക്ക് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വരുന്ന പ്രോബ്ലം സോൾവിങ്ങിലെ സ്റ്റെപ്പുകളാണ്. ഇത് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോൾ അതിൽ 4 ബേസിക് സ്റ്റെപ്പുകളാണുള്ളത്. ഡിഫൈനിങ് ദി പ്രോബ്ലം, തിങ്കിങ് ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ് ഓർ ഓപ്ഷൻ, അസസിങ് ആൻഡ് സെലക്ടിങ് എ സ്യൂട്ടബിൾ ആൾട്ടർനേറ്റീവ്, അപ്ലൈയിങ് ദിസ് ഫോർ റിസോൾവിങ് ദി പ്രോബ്ലം. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡിഫൈനിങ് ദി പ്രോബ്ലം, പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തി മനസ്സിലാക്കുക. സെക്കൻഡ് വൺ, തിങ്കിങ് ഓഫ് പോസിബിൾ ആൾട്ടർനേറ്റീവ് ഓർ ഓപ്ഷൻസ്. സോ ആ ഒരു പ്രോബ്ലം മറികടക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള ഓപ്ഷൻസ് നമ്മൾ അന്വേഷിക്കുക. തേർഡ് വൺ, അസസിങ് ആൻഡ് സെലക്ടിങ് എ സ്യൂട്ടബിൾ ആൾട്ടർനേറ്റീവ്. സോ നമ്മൾ കണ്ടെത്തിയ സൂട്ടബിൾ സൊല്യൂഷൻസിൽ നിന്ന് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഫോർത്ത് വൺ, അപ്ലൈയിങ് ദിസ് ഫോർ റിസോൾവിങ് ദി പ്രോബ്ലം. സോ ആ സെലക്ട് ചെയ്ത് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇത്തരം 4 സ്റ്റെപ്പിലൂടെയാണ് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. ടൈം മാനേജ്മെന്റ് ഗോസ് ബിയോണ്ട് ബീങ് പഞ്ച്വൽ. It is the ability to follow through on deadliness, scheduling and prioritizing your tasks, and having a brief understanding of the time required for a particular project. It also includes being able to focus better on the task at hand without getting disturbed. Managing one's time efficiently, organizing and prioritizing the problems are important. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് സ്കില്ലാണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ബീങ് പഞ്ച്വൽ എന്ന് മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ഡെഡ് ലൈനിന് മുന്നേ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ വർക്കിന് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മുടെ ഒരു വർക്കിന് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം. നമുക്ക് എല്ലാത്തിനും സമയം ഉപയോഗിക്കാം, പക്ഷെ നമ്മുടെ വർക്കിന്റെ സമയത്ത് നമ്മൾ വർക്കിന് മാത്രം പ്രയോറിറ്റി കൊടുക്കണം. അതുപോലെ തന്നെ അത് പഞ്ച്വലായിട്ട് കറക്റ്റ് ഡെഡ്ലി ടൈമിന് മുന്നേ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാവാനായിട്ട് പാടില്ല. എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രയോറിറ്റി കൊടുത്ത് അതിന്റെ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഇന്റർപേഴ്സണൽ സ്കിൽ, ഓൾസോ നോൺ ആസ് പീപ്പിൾ സ്കിൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്സ്, developing rapport and using diplomacy. It also includes giving and receiving constructive criticism, being tolerant and respectful regarding others' opinions and empathizing with them. Most important soft skills central to building teams at a strong foundation of trust and accountability, and will help you establish good relationship with co-workers and others. സോ ഇന്റർപേഴ്സണൽ സ്കിൽസ് നമ്മുടെ സോഫ്റ്റ് സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സോഫ്റ്റ് സ്കിൽ എന്നുള്ളത്. സോ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന കാര്യം ഇറ്റ് ഇൻക്ലൂഡ്സ് ബിൽഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, ഡെവലപ്പിംഗ് റാപ്പോർട്ട് ആൻഡ് യൂസിങ് ഡിപ്ലോമസി.
സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് വേണം, ലീഡർഷിപ്പ് സ്കില്ല് വേണം, അതേപോലെ ടീം വർക്കിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള സ്കില്ലൊക്കെ നമുക്ക് വേണം. ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മറ്റുള്ളവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് എന്നുള്ളത്. സോ നമുക്ക് എപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുമായിട്ട് നല്ലൊരു റാപ്പോർട്ടും നല്ലൊരു റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എസ്പെഷ്യലി ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, ഇവരുമായെല്ലാം നമ്മൾ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗിവിംഗ് ആൻഡ് റിസീവിംഗ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, ബീങ് ടോളറൻറ്റ് റെസ്പെക്ട്ഫുൾ റിഗാർഡിംഗ് അതേഴ്സ്. നമ്മളെപ്പോഴും ഒരു ടീം വർക്ക് ഒക്കെ പറയുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് ആളുകളുടെ ഐഡിയ കേൾക്കുകയും അതേപോലെ അവർക്കൊരു റെസ്പെക്ട് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗിവിംഗ് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്. അപ്പം നമുക്കറിയാം, നമ്മൾ വല്ല കാര്യങ്ങളും പറയാം, നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ സജഷൻ ചോദിക്കാറുണ്ട്, ഞാൻ ചെയ്ത് ഓക്കെ ആണോ എന്നുള്ളതൊക്കെ. സോ എപ്പോഴും ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, നമ്മുടെ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പറയാനും നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞത് തിരുത്താൻ നമ്മളൊരു കപ്പാസിറ്റി ഒക്കെ നമ്മൾ കാണിക്കേണ്ടത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ സോഫ്റ്റ് സ്കില്ല് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെ നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് ഇവിടെ നോക്കുന്നത്. ദെൻ അഡാപ്റ്റബിലിറ്റി ഓർ ഫ്ലെക്സിബിലിറ്റി ആണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഫ്റ്റ് സ്കിൽ. It demonstrates an individual's willingness to embrace new tasks and new challenges calmly and without fuss. Employees who are capable of adapting to new situations and ways of working are valued in many industries. It is important for employees to be able to handle different tasks and demonstrate a willingness to take on responsibilities that might lie outside their area of expertise. സോ എന്ന് വെച്ചാൽ ഇവിടെ അഡാപ്റ്റബിലിറ്റി എന്നത് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ന്യൂ സിറ്റുവേഷൻ അല്ലെങ്കിൽ ന്യൂ ചാലഞ്ച് വരുമ്പോൾ അതുമായിട്ട് അഡാപ്റ്റബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ കോപ്പപ്പ് ചെയ്ത് പോകാനുള്ള ഒരു അബിലിറ്റി. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഒരു ഓൺലൈൻ ടീച്ചിങ് എന്നൊക്കെ പറയുന്നത് പല രാജ്യങ്ങളിലും ഭയങ്കര ഇഫക്റ്റീവായിട്ട് നടന്നു പോകുന്ന ഒന്നാണെങ്കിലും നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടായിരുന്നു നമുക്കിതൊക്കെ പ്രാക്ടിക്കബിൾ ആവുമോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ കോവിഡ് പാൻഡമിക്കിന് ശേഷം നമുക്ക് വളരെയധികം കംഫർട്ടബിളായി, നമുക്ക് വളരെയധികം പരിചിതമായി മാറിയ ഒന്നാണ് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ കോവിഡ് പാൻഡമിക് നമ്മൾ ഈ ഒരു ഓൺലൈൻ ടീച്ചിങ്ങുമായിട്ട് പെട്ടെന്ന് തന്നെ അഡാപ്റ്റബിൾ ഓർ ഫ്ലെക്സിബിൾ ആയെന്ന് പറയാം. ഇത്തരത്തിലുള്ള ഒരു ന്യൂ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ന്യൂ ചലഞ്ച് വരുമ്പോൾ നമ്മൾ അതുമായിട്ട് ഫ്ലെക്സിബിൾ ആയി അതുമായിട്ട് പൊരുത്തപ്പെട്ട് പെട്ടെന്ന് അതായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകുക, അതാണ് അഡാപ്റ്റബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ അവരൊരു എംപ്ലോയിനെ ഹയർ ചെയ്യുമ്പോൾ അവരെപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് ഇയാൾ അഡാപ്റ്റബിൾ ആണ് എന്നുള്ളത്. അതായത് പുതിയൊരു സിറ്റുവേഷൻ പുതിയൊരു വർക്ക് ചെയ്യുമ്പോൾ അതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോകാനുള്ള ഫ്ലെക്സിബിൾ ആയ ഒരു വ്യക്തിയാണോ ഇയാളെന്ന് അവരെപ്പോഴും നോക്കുന്ന ഒന്നാണ്. സോ ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ ആണ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. അബിലിറ്റി ടു ഫോളോ ത്രൂ ഓൺ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസ് ഇൻ എ ടൈംലി മാനർ വിത്തൗട്ട് കോംപ്രമൈസിംഗ് ഓൺ ക്വാളിറ്റി. എ സ്ട്രോങ് വർക്ക് എത്തിക്സ് വിൽ എൻഷുർ യു ഡെവലപ്പ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വിത്ത് യുവർ എംപ്ലോയർ ആൻഡ് കൊളീഗ്സ് ഈവൻ വെൻ യു ആർ സ്റ്റിൽ ഡെവലപ്പിംഗ് ടെക്നിക്കൽ സ്കിൽ ഇൻ എ ന്യൂ ജോബ്. ബീങ് ഓണസ്റ്റ്, സ്റ്റെബിലൈസിംഗ് ഇന്റഗ്രിറ്റി, ലോയൽറ്റി, ട്രസ്റ്റ്, പ്രാക്ടീസിംഗ് മ്യൂച്വൽ റെസ്പെക്ട് എക്സെട്ര. സോ നമ്മുടെ വർക്കുകളൊക്കെ അതിൻ്റെ ഡെഡ്ലിനെസ്സിന് മുന്നേ, അതിൻ്റെ കൃത്യമായ സമയത്തിന് മുന്നേ നല്ല വ്യക്തമായും കൃത്യമായും സബ്മിറ്റ് ചെയ്യുക. അതിൽ യാതൊരു തരത്തിലുള്ള കറപ്ഷൻസോ മിസ്റ്റേക്കുകളോ ഇറേഴ്സോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. സോ കൃത്യസമയത്തിന് മുന്നേ നമ്മുടെ വർക്കുകളൊക്കെ കൃത്യമായി സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ ഒരു ട്രസ്റ്റ്, ലോയൽറ്റി ഒക്കെ ഉണ്ടാവുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന വർക്കിൽ യാതൊരു തരത്തിലുള്ള മിസ്റ്റേക്സോ അല്ലെങ്കിൽ കറപ്ഷനോ ഒന്നും തന്നെ ഉണ്ടാവാനായിട്ട് പാടില്ല. സോ ഇത്തരം കാര്യങ്ങളാണ് വർക്ക് എത്തിക്സ് നോക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് സോഫ്റ്റ് സ്കിൽ ഇമ്പോർട്ടൻ്റ് എന്ന് നോക്കാം. അപ്പം നമുക്കറിയാം, എവറി ജോബ് റിക്വയർസ് സം കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്, വെദർ ദേ ആർ കൊളീഗ്സ് ഓർ കസ്റ്റമേഴ്സ്. ഏതൊരു ജോബും ആയിക്കോട്ടെ, ഇപ്പോൾ ടീച്ചിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ടെക്നിക്കൽ ജോബ്സ് ആയിക്കോട്ടെ, ഏതൊരു ജോബും ആയിക്കോട്ടെ, അവിടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കൊളീഗ്സുമായിട്ടും കസ്റ്റമേഴ്സുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ റിസീവേഴ്സും ഒക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ എല്ലാ സിറ്റുവേഷനിലും ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ഹ്യൂമൻ ബീങ്സ് ഒരു സോഷ്യൽ ബീയിങ് ആണ്. സോ ഏതൊരു സിറ്റുവേഷനിലും കമ്മ്യൂണിക്കേഷൻ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പിന്നെ അതേപോലെ തന്നെ കാര്യങ്ങളിൽ നല്ലൊരു ലീഡർഷിപ്പ് സ്കില്ല് നമുക്ക് ഉണ്ടാവേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കൂടെയുള്ളവരെ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് നല്ല ഡിസിപ്ലിനോടെ കൊണ്ടുപോകാൻ ഒരു കപ്പാസിറ്റി, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കപ്പാസിറ്റി ഉള്ള ലീഡർക്ക് എപ്പോഴും വേണം. അതുപോലെ തന്നെയാണ് നമ്മളൊരു ന്യൂ സിറ്റുവേഷനിൽ വന്നാൽ മസ്റ്റ് ഹാവ് ദ ക്വാളിറ്റി ദാറ്റ് വിൽ അലോ യു ടു ലേൺ ആൻഡ് ഗ്രോ ഇൻ ദ റോൾ. നമ്മളൊരു നോളജ് ഉണ്ടെന്ന് വെച്ച് നമ്മൾ അവിടെ നിൽക്കാൻ, നമുക്കൊരു സിറ്റുവേഷൻ ഒരു പുതിയ ടാസ്ക് കിട്ടുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ആ പഠിച്ചത് അവിടെ അപ്ലൈ ചെയ്യാനും ഒക്കെ അവിടെ നിന്ന് ലേൺ ചെയ്ത് ഗ്രോ ചെയ്യാനുള്ള ഒരു അബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതെല്ലാം അപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. ദേ ലുക്ക് ഫോർ ബാലൻസ് ഓഫ് ഹാർഡ് ആൻഡ് സോഫ്റ്റ് സ്കിൽ വൈ ഹയറിംഗ്. ഒരു റാങ്ക് ഉണ്ടായതുകൊണ്ട് മാത്രം, നമ്മുടെ ഹാർഡ് സ്കിൽ നമ്മൾ ഭയങ്കര ഹൈലി ക്വാളിഫൈഡ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. എപ്പോഴും ഒരു ഓർഗനൈസേഷൻ നോക്കുന്നത് ഹാർഡ് ആൻഡ് സോഫ്റ്റ് സ്കില്ലിന്റെ ഒരു കറക്റ്റ് ബാലൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും എപ്പോഴും നോക്കുന്നുണ്ടാവുക. ലീഡർ മസ്റ്റ് ഹാവ് ഗുഡ് സ്പീക്കിംഗ് സ്കിൽ, ഗുഡ് ലിസണർ ടു അതേഴ്സ് എക്സെട്ര. പിന്നെ ഒരു ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും
അങ്ങോട്ട് കാര്യങ്ങൾ പറയുന്നത് മാത്രം, നല്ല സ്പീക്കിംഗ് സ്കിൽ വേണം. അതോടൊപ്പം തന്നെ തൻ്റെ കൊളീഗ്സ് പറയുന്ന ഐഡിയാസ് കേൾക്കാനുള്ളൊരു കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ കൂടെയുള്ളവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് എല്ലാവരെയും നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടാവേണ്ട ഒന്നാണ്. ഇനി നമുക്ക് സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രാക്ടീസ്. പ്രാക്ടീസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പം നമുക്കറിയാം, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും കിട്ടുന്ന ഒരു സജഷനാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഏതൊരു സോഫ്റ്റ് സ്കില്ലാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്, ആ സ്കില്ല് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വഴി മാത്രമേ നമുക്കത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സെക്കൻഡ് വൺ ആണ് ഒബ്സർവ്. നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് കൊളീഗ്സിലൊക്കെ പല കാര്യങ്ങളിലും ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും കാണുമ്പോൾ വിചാരിക്കും, ഈ ഒരു കാര്യത്തിൽ ഇയാളെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പം ഇത്തരത്തിൽ ചില കാര്യങ്ങളിൽ ബെസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കൊളീഗ്സ് ആൻഡ് കോവർക്കേഴ്സും മറ്റു ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. സോ അവരിൽ നിന്ന് ആ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. തേർഡ് വൺ ആണ് സെറ്റ് യുവർ സെൽഫ് സ്പെസിഫിക് മെഷറബിൾ ഗോൾസ് വിച്ച് യു വാണ്ട് ടു അച്ചീവ് ആൻഡ് ആസ്ക് യുവർ ഫ്രണ്ട് ഓർ കൊളീഗ് whom you trust for constructive criticism. നമുക്കൊരു സ്പെസിഫിക് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം, എന്നിട്ട് ആ ഗോളിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. അതുപോലെ നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെയോ കൊളീഗിൻ്റെയോ അടുത്ത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അതിനൊരു ഫീഡ്ബാക്ക് തരാനായിട്ട് പറയാം. നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ, ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇനി മിസ്റ്റേക്ക് ഉള്ളത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഇനി തിരുത്തണം, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ട്രസ്റ്റ് ഉള്ള ഒരാളിൽ നിന്ന് ഒരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് അഡ്വൈസ് ചോദിക്കുന്നതും നല്ലതാണ്. ദെൻ ലാസ്റ്റ് വൺ ആണ് ഓൺലൈൻ ട്രെയിനിങ് ഓർ ഹെൽപ്പ്. നമുക്ക് ഏത് സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതിനു വേണ്ടി ഒരു ഓൺലൈൻ ഹെൽപ്പ് ചെയ്യാം. സോ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ഒരു ഓൺലൈൻ ഹെൽപ്പ് എന്ന് പറയുന്നത് വളരെ നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആവുന്ന ഒന്നാണ്. വീഡിയോസ് ആയിട്ടും പോഡ്കാസ്റ്റ് ആയിട്ടും മറ്റ് ഓൺലൈൻ ബുക്സ് ആൻഡ് മാഗസീൻസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ്. സോ ഇത്തരത്തിൽ ഓൺലൈൻ വഴി ഹെൽപ്പ് സ്വീകരിച്ച് നമുക്ക് നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും. സോ സോഫ്റ്റ് സ്കില്ലിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോഫ്റ്റ് സ്കിൽ എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ് സ്കിൽ, നമുക്കിത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് യൂണിറ്റുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.